ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള അയല മീൻ മാങ്ങയിട്ട് വെച്ചതാണ്. കൂടെ നല്ല കപ്പയും ഉണ്ട്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള അയല മീൻ കറി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങയിട്ട് വയ്ക്കുന്ന അയല മീൻ കറിയാണ്. അപ്പോൾ ഞാനതിന് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. തേങ്ങ എടുക്കുമ്പോൾ ഒരുപാട് മൂത്ത തേങ്ങ എടുക്കരുത്. ഇത് നമ്മൾ പച്ചയ്ക്ക് അരയ്ക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ വറുത്തരയ്ക്കുന്നതാണെങ്കിൽ നല്ല മൂത്ത തേങ്ങ എടുക്കാം. ഇതിപ്പോൾ നമ്മൾ മാങ്ങയിട്ട് ഒരു പച്ചയ്ക്ക് അരയ്ക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിന് അധികം മുറ്റാത്ത തേങ്ങ എടുക്കണം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4-5 ചെറിയ ഉള്ളി. ഇതിനി നമുക്ക് ഒരു മീഡിയമായിട്ട് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റ് വേണ്ട, തീരെ അരയാതെയുമല്ല, ഒരു മീഡിയമായിട്ട് അരച്ച് എടുക്കാം. പിന്നെ നമ്മൾ മാങ്ങ ഇട്ടാണ്, ഈ ഒരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. അതുപോലെ അയല മീൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ച് എടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തു. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അരയ്ക്കാൻ പറ്റില്ല. ഇനി നമുക്ക് 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. ബാക്കി തേങ്ങ കൂടെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തു. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇതുപോലെ അപ്പോൾ വെള്ളം ഒഴിച്ച് കലക്കിയെടുത്തു. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഇതിലാണ് കലക്കിയെടുത്തത്. നമുക്ക് ഈ മാങ്ങ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ ഒരു മുരിങ്ങയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പൊക്കെ ഇപ്പോൾ ആണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. അധികം ടൈറ്റ് അല്ലാത്ത ഒരടപ്പ് വെച്ച് അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം അല്പം കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ചുറ്റി വയ്ക്കണം. അപ്പോൾ നമ്മൾ ഇതിന് മീനിന് കോമ്പിനേഷന് കപ്പയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കപ്പ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ്
ചെറിയ പീസുകളാക്കി അതിൻ്റെ വേര് ഭാഗമൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി ഇപ്പോൾ അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിരുന്നു. ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റി. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണുള്ളത്. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ചുറ്റിയും വയ്ക്കും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ കപ്പയ്ക്ക് വളരെ കുറച്ച് തേങ്ങ മതി. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ വരും. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ജീരകവും. ഇത് അധികം അരയാതെ ഒരുവിധം ഒരു മീഡിയമായിട്ട് അരച്ചെടുത്ത് നമുക്ക് ഈ കപ്പ ഊറ്റിയെടുക്കണം. ഊറ്റിയെടുത്തിട്ട് അതിൽ അപ്പോൾ കപ്പ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് കളയാം, ഊറ്റിയെടുക്കാം. അപ്പോൾ കപ്പ ഊറ്റി എടുത്തതിലോട്ട് നമ്മൾ അരച്ചെടുത്ത കൂട്ട് ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും ചേർത്തു. ഇനി നന്നായിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് ഒരു തവിയോ എന്തെങ്കിലും ഒന്ന് വെച്ച് നന്നായിട്ട് ഉടച്ച് യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായി. ഒരു ഏകദേശം പ്രോസസ്സ് മൊത്തത്തിൽ ഒരു 1/2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നു, പക്ഷേ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ടാക്കി. ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിരുന്നു. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. അതുപോലെ കപ്പയും യോജിപ്പിച്ചെടുത്തു. കുറച്ച് വെളിച്ചെണ്ണ കപ്പയ്ക്കും ചേർത്ത് കൊടുത്തു. ഒരല്പം കറിവേപ്പിലയും ചേർത്ത് ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തു. ഒരുപാട് നേരം ഫ്ലെയിം ഓൺ ചെയ്തിടണ്ട, ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.